ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജാക്സ് ട്രാവൽ വേൾഡ്. UK ഓരോ സീസണിലായിട്ട് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഫാം അവർ ഓപ്പൺ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇന്ന് സ്ട്രോബെറി ഫാം കാണാനൊരു അവസരം കിട്ടി. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു, അങ്ങനെ സ്ട്രോബെറി ഫാം കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ സ്ട്രോബെറി ഫാംസിൽ സ്ട്രോബെറി മാത്രമല്ല കേട്ടോ, ബെറീസിൻ്റെ പല കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതെല്ലാം കണ്ട് എൻജോയ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ സ്ട്രോബെറി പ്ലക്കിങ്ങും ഗൂസ്ബെറിയും ഒക്കെ നിങ്ങൾ കണ്ടു എൻജോയ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി കാണുക, എൻജോയ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോയിൽ നമുക്ക് റാസ്ബെറിയും ബ്ലാക്ക്ബെറിയും നിൽക്കുന്ന ഏരിയയിലേക്ക് പോകാം. നിങ്ങളും ഞങ്ങളോടൊപ്പം ഇത് കാണുക, വീഡിയോ കാണുക, എൻജോയ് ചെയ്യുക, ഞങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അങ്ങനെ നമ്മൾ ബ്ലാക്ക്ബെറീസ് ബ്ലാക്ക് കറന്റ് അല്ല ബ്ലാക്ക്ബെറീസ് ആണ്. ബ്ലാക്ക്ബെറി ബെറി ആയി വരുന്നേ ഉള്ളൂ കുഞ്ഞേ. ഇതൊക്കെയാണ്, ഇത് പഴുക്കണം. ബ്ലാക്ക്ബെറി ഉണ്ട്, ഇത് പച്ചയാണ്. അതേ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇതുണ്ട് ഉണ്ട്, പഴുത്ത ഇവിടെ ഉണ്ട്. ഇതോ ബ്ലാക്ക്ബെറീസ്. ഈ പൂവാണ് ഈ കായായി മാറുന്നത്. നമ്മുടെ പൂച്ചെടിക്കാണ് നാട്ടിൽ. ഇതിങ്ങനെയാവും അവസാനം ഈ കളറിലേക്ക് എത്തുന്നത്. ഈ കറുത്ത കളർ ആണ്, കളർ മാറും, പക്ഷെ ഷേപ്പ് അതല്ല ആണ്. അത് അങ്ങനെ അങ്ങനെ ഉണ്ടയായിട്ട് എല്ലാം കൂടെ കൂന കൂട്ടിയിരിക്കും. നോക്കങ്ങോട്ട്, അത് സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ്. ഒറ്റ കൊണ്ടാണെന്ന് ആര് പറഞ്ഞു? ഇത് എല്ലാം ആ കളറിലാവും. ഇതുണ്ട്, അതെ. ഇതിങ്ങനെ ബഞ്ചായിട്ടിരിക്കും. എന്നിട്ട് അത് പഴുത്ത് കറുത്ത കളർ വരും. അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്താണ്ട് കയറ്റി വിട്ടോ. ബ്ലാക്ക് കറണ്ട് ഇതേ ഉള്ളൂ. നിങ്ങൾക്ക് അപ്പുറത്ത് റാസ്ബെറിയിൽ പോവാം. ഇതെല്ലാം ബ്ലാക്ക് കറണ്ട് ആണ്. പക്ഷേ ബ്ലാക്ക്ബെറി ഇതെല്ലാം ബ്ലാക്ക്ബെറി ആണ്. ശരിക്കുള്ള ബ്ലാക്ക്ബെറി ഇതാണ്. ഇത് നോക്കൂ, ഇതുണ്ടോ? ആ, ഇതാണ് സാധനം. അതിനാണ് ബ്ലാക്ക്ബെറി എന്ന് പറയുന്നത്. ബ്ലാക്ക് കളറിൽ വരുന്നുണ്ട്. ഉണ്ടോ? എടുത്ത് ഒന്ന് ഊതിയാ മതി. പിന്നെ നമ്മൾ മലയാളികൾ എത്ര പൂച്ചെടിക്ക് അതുപോലെ കുറച്ച് ഊതിത്തിരിക്കും. അപ്പുറത്തോട്ടോ റാസ്ബെറിയിൽ പോ. ബ്ലാക്ക്ബെറി ഇതാണ്. അപ്പം ഓക്കെ, ഇതിങ്ങനെ ഈ പരുവത്തിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് അവസാനം ബ്ലാക്ക് കളറിലേക്ക് എത്തി നല്ല ഉണ്ട കളറിൽ വരും. ഈ പരുവത്തിലെത്തും. സ്റ്റാർട്ടിങ് സ്റ്റേജ് പൂവാണ്. പൂവ് അത് കഴിഞ്ഞ് ഇങ്ങനെ വരും. ഇത് നോക്കുന്നത് ഇതുണ്ട്, ഇതുപോലെ വരും. ഇതുപോലെ വന്നു കഴിഞ്ഞ് പിന്നെ ഇങ്ങനെയായി, അങ്ങനെയായി, ഇങ്ങനെയായി, അവസാനം ഇങ്ങനെ എത്തും. അപ്പം ഒരു ബ്ലാക്ക് കറന്റ് കഴിച്ചല്ലോ കേട്ടോ. പൂത്തിരിക്കുന്ന സമയം പരാഗണം നടക്കുന്നത്. പരാഗണം തേനീച്ച തേൻ കുടിക്കാൻ വന്നല്ലേ, പരാഗണത്തിന് വന്നാണ്. തേനീച്ച തേൻ കുടിക്കാൻ വന്നാണ്, പരാഗണത്തിനല്ല. മനസ്സിലായല്ലോ ബോധം. ഇതും ബ്ലാക്ക് കറണ്ടാ. ഇതിനത് ഗ്ലെൻകാരൻ. ഓ, ഇതിനെ ഗ്ലെൻകാരൻ എന്നാ പറയുന്നത്. റാസ്ബെറി, ഇത് റാസ്ബെറി അല്ലേ? ഗ്ലെൻകാരൻ.
റാസ്ബെറി. ആ ഇതാണ് റാസ്ബെറി. ഇപ്പുറത്ത് കയറണോ അപ്പുറത്ത് കയറണോ? ആ ഇവിടെ കയറാം. ഇതാണ് റാസ്ബെറി. ഗ്ലെൻകാരൻ എന്താ എൻ്റെ പൂക്കത്തെ കാണിക്കുന്നു. ഗ്ലെൻകാരൻ നമ്മുടെ റാസ്ബെറിയാണ്. ഏതാണ് നല്ലത്? ഇതാണോ നല്ലത്? ഇതാണോ നല്ലത്? ആ പിന്നെ ഇത് പച്ചയാ. അല്ല ഇതാണോ? അതെല്ലാം പഠിപ്പിക്കുക അടുത്ത്. ആ ബെസ്റ്റ്. അതിങ്ങനെ പോകുന്നു. അങ്ങനെ പഴുത്തുപോയി. നല്ല രീതിയിൽ പഴുത്തത്. അതിനിപ്പോൾ കളയാൻ പറ്റില്ലല്ലോ. പിന്നെ വയറ്റിലേക്ക് ഇടാം അല്ലേ? മരല്ല, ഒരു പിങ്ക്. പിങ്ക് ഷെയ്ഡ് ടേസ്റ്റ്. അതേ കാണുള്ളൂ. പിങ്ക് ടേസ്റ്റോ? പിങ്ക് ഞാൻ കളറാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിങ്ക് കളറിന്റെ ടേസ്റ്റ് ഇതുണ്ട്. അതങ്ങനെ വരിക പഴുത്ത് കഴിഞ്ഞാൽ. ഇത് നല്ല പഴുത്തതുകൊണ്ട് ആ ഉള്ളിലുള്ളത് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ളത് അവിടെ ഇരിക്കും. ഇങ്ങനെയാണ് പോരുക. നമ്മൾ മറ്റേ ടെസ്കോയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ തന്നെ കിട്ടുക കേട്ടോ. ഇതിപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ആ സാധനം അവിടെ വയ്ക്കും. ഉണ്ടോ? ഇങ്ങനെ പോരും. റാസ്ബെറി എടുക്കുന്നുണ്ടോ? കുറച്ച് റാസ്ബെറി എടുക്കുന്നുണ്ടോ? കുറച്ചെടുത്തോ. അത് മുകളിൽ പിടിക്കണം. എന്തേ ഇങ്ങനെ പിടിക്കണം. ഇതുണ്ടോ? എന്നിട്ട് ഇതിങ്ങനെ വലിച്ചാൽ മതി. ഇതോ ഇങ്ങനെ പറഞ്ഞിട്ട് അതവിടെ നിൽക്കണം. അത് മനസ്സിലായിട്ടില്ല. വഴക്കല്ലല്ലോ പറഞ്ഞേ. അതങ്ങനെ വരിക. നീ ടെസ്കോന്ന് വാങ്ങിച്ചാലും ഇങ്ങനെ കിട്ടുക നമുക്ക്. പഴുത്ത വേണം എടുക്കാൻ, അല്ലാതെ മറ്റേതെടുത്തിട്ട് എന്നാ? അത്ര പോലെ ആയിട്ടില്ല. പഴുത്തത് വേണ്ടേ? റഫായിട്ട് പിടിക്കരുത്, നമ്മൾ സോഫ്റ്റായിട്ട് പിടിക്കണം, എന്നാലേ കാര്യം നടക്കും. ഇതെന്തായാലും പെർഫെക്റ്റ് പിക്കിംഗ് ആണ്. ചളങ്ങി പോകാണ്ട് കിട്ടി. പിന്നെ വല്ല മത്സരമാണോ 1 മണിക്കൂർ ഇത്ര റാസ്ബെറി പറിക്കാൻ? ഇത് ഒറ്റയ്ക്ക് വേണ്ടി കാണിച്ചത്. ഇങ്ങനെ പിടിക്കുക, അതെ ഇങ്ങനെ വലിക്കുക. അതെ നോക്ക്, ഉണ്ടോ? ആ നീ കുറച്ച് പോലെ അടന്നു പോയാ? ഇല്ലല്ലോ. ആ ഇതിലൊരു സാധനം വരുന്നുണ്ടേ. ഇങ്ങനൊരു ജീവിയുണ്ട്. ഇതിനവർ അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു, അവർ വിഷമൊന്നും അടിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ വരില്ല. അത് കുഴപ്പമുണ്ടാവില്ല. വിഷമില്ലാത്ത തന്നെ നല്ലത്. മറ്റേത് നാച്ചുറൽ അല്ലേ, അത് വിഷമല്ല. ജീവികൾ വന്നിരിപ്പുണ്ട് എന്നുള്ളത് തന്നെ വിഷമില്ലാത്തതിൻ്റെ ഉദാഹരണമാണ്. ഇളക്കിയാൽ ചിലപ്പം ഇതായിപ്പോൾ അടന്നിട്ട് അവരപ്പുറത്ത് നിന്ന് പറിക്കുക. വെയിൽ പോയി. അതിട്ടോണ്ട് എനിക്ക് വെയിൽ കൊള്ളേണ്ടി വന്നില്ലല്ലോ. ഇതെല്ലാം പഴുത്ത തേയിലത്തോട്ടത്തിൽ തേയില നുള്ളാൻ പോകുന്ന പെണ്ണുങ്ങൾ
ഇങ്ങനെ തലയൊക്കെ കവർ ചെയ്യില്ലേ. എന്തോ ചളവ് വരുന്നുണ്ട്, എന്തോ പറഞ്ഞു. തേയിലത്തോട്ടത്തിൽ തേയില നുള്ളാൻ പോകുന്ന പെണ്ണുങ്ങളെ തല ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ ചെവിയൊക്കെ കെട്ടിയല്ലേ നിൽക്കുക. അതുപോലെ നമ്മളും ഇപ്പൊ നുള്ളാൻ വന്നിരിക്കുക. തേയിലയല്ല, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി എന്നുള്ള വ്യത്യാസമുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ തലയൊക്കെ കവർ ചെയ്ത് കെട്ടി. നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ? നിങ്ങൾ സഹിച്ചോ? നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതോ? അല്ല, അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. എന്റെ രീതിക്ക് ചെയ്യും. എടുത്തോ. മതിയോ? പോരെ? അരപ്പാത്രമായോ? മതിയല്ലേ? രാസ്ബെറി എത്ര മതി. ഇനി വേറെന്താണ്? ഓക്കെ, ഇവിടെ മുഴുവൻ ഈ ഒരു ലെവലിൽ വെച്ചേക്കുവാണ് കേട്ടോ. അടിപൊളി. ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ ചെടിയിലും ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്താ അടുത്ത വെള്ളം നോക്കാം. റുബർബ് ആൻഡ് ബ്ലൂബെറീസ് ആണ് ഈ കാണുന്നത്. ഈ പക്ഷെ റൂബർബ് മറ്റേ ചേനത്തണ്ട് പോലെ നിൽക്കുന്ന സാധനമാണ്. ആ ഓക്കെ, ഇത് മുഴുവൻ ബ്ലൂബെറീസാ. ബ്ലൂബെറി അപ്പോൾ പിടിച്ചിട്ടില്ല, ആയിട്ടില്ല. ആ അതുകൊണ്ടടി ബെറി, പച്ചക്കായ. ബ്ലൂബെറിയാണ്, ബ്ലൂബെറി. ബെറി, കുഞ്ഞു ബെറി. പഴുത്തിട്ടുണ്ടോന്ന് നോക്കി. കായുണ്ട്, പക്ഷെ എല്ലാം കുഞ്ഞതാ. ഇത് ബ്ലൂബെറി തന്നെയാണ് കേട്ടോ. നമ്മുടെ ടെസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ പച്ച ലെവല്. ഉണ്ടോ? ഇത് വിളഞ്ഞ് പഴുത്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഇടയ്ക്ക് വാങ്ങി കഴിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് റൂബർബ് കാണാം. ഇനിത് റൂബർബ് ശരിക്കും വളരെ ഗുണമുള്ളൊരു സാധനമാണ് കേട്ടോ. നമ്മുടെ ചേനത്തണ്ട് പോലെ ഇരിക്കും. ഇതിൻ്റെ നോക്കിയാൽ ഇതുണ്ട്, ഇതാണ് സാധനം. ഈ തണ്ടാണ് ഇതിൻ്റെ പ്രത്യേകത. റൂബർബ് ഇത് ഒരു മറ്റേ യോഗട്ടിലൊക്കെ ഇതിൻ്റെ ഫ്ലേവർ വെച്ചിട്ടുള്ള യോഗട്ട്സൊക്കെ ഒരുപാടുണ്ട്. ഇത് പച്ചക്കറിയായിട്ട് വിൽക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ചേനയും ചേമ്പ് തണ്ട് ചെയ്യത്തില്ലേ, അതേ കണക്ക് ഇവിടെ ഇതൊരു കറി പോലെ ഉപയോഗിക്കുകയും ചെയ്യും, പച്ചക്കറി പോലെ. ഇനി അവിടെയൊക്കെ അതേ ഗ്രീൻ ഹൗസസ് പോലെ ഒരുപാടുണ്ട് കേട്ടോ. ഒരു വലിയ കുന്നും അതിന്റെ താഴ്വാരം മൊത്തമായിട്ട് എടുത്തേക്കാണ് തോന്നുന്നു കേട്ടോ ഈ തോട്ടത്തിന് വേണ്ടി. ഇവിടുന്ന് ആ താഴ്വാരത്തിലേക്ക് നോക്കിയാൽ റൂഫിൽ ആ വൈറ്റ് ഇട്ടേക്കുന്നതായിട്ട് കാണുന്നുണ്ടോ. അത് അത്രയും തന്നെ സ്ട്രോബെറിയും റാസ്ബെറിയും മറ്റുമൊക്കെ ഗ്രീൻ ഹൗസ് എഫക്റ്റിൽ നിർത്തിയേക്കുന്നതാണ് കേട്ടോ. പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തേക്കുന്ന ഹൗസ്. റൂബർബിന്റെ ലെവലിൽ ഞാൻ മറ്റേ വിരിഞ്ഞു കഴിഞ്ഞാൽ കാബേജിന്റെ ലെവൽ തോന്നുന്നുണ്ടല്ലേ. എനിക്ക് ആദ്യം ക്യാബേജ് ആണെന്നാണ് തോന്നി കേട്ടോ. ആ നടന്നാണ് നമ്മൾ തോട്ടത്തിന്റെ മറ്റേ നമുക്ക് കാണാൻ പറ്റുന്നതിന്റെ ഇങ്ങനെ അറ്റത്തെത്തിയല്ലോ. ഇവിടെ ആണെങ്കിൽ നല്ല കാറ്റുണ്ട്. അടുത്തതായ ഒരു അടിപൊളി കാഴ്ച. ഇങ്ങനെ വൈൽഡ് ലിലീസ്. പൂക്കളിങ്ങനെ നിൽക്കുന്നതാണ് എന്നാ ഭംഗിയാണ്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് അവർ പൂക്കൾക്ക് വേണ്ടി ഇട്ടേക്കുക. സംഭവം വൈൽഡാണെങ്കിലും ഒരു ബഞ്ചായിട്ട് അല്ലെങ്കിൽ ഹേർഡായിട്ട് നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണല്ലേ. വൈൽഡ് പൂക്കളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ അല്ലേ. ഓക്കെ, അപ്പം നമുക്കിനി റൂബർബിലേക്ക് തിരിച്ചു വരാം. അതങ്ങനെ നിരയായിട്ട് നിർത്തിയേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു വെജിറ്റബിൾ ഐറ്റം ആണെങ്കിലും ഫ്രൂട്ട്സിന്റെ ഇനത്തിലാണ് ഇത് യൂസ് ചെയ്യാറ്. യോഗട്ട്, ജാം, പുഡിങ്, ക്രംബിള് ഈ ഇനങ്ങളിലാണ് കൂടുതൽ ഉപയോഗിക്കാറ്. ഇതിന്റെ തണ്ടാണ് താരം കേട്ടോ. റൂബർബിന്റെ തണ്ട് നോക്കട്ടെ. കേട്ടോ നല്ല തണ്ട്. ഇത് നല്ല വിളഞ്ഞ തണ്ടാണ് റൂബർബ്. ഇത് മുഴുവൻ റൂബർബാണത് ഈ ഏരിയ കംപ്ലീറ്റ്. ഇതുണ്ട്. എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ നോക്കിയപ്പോഴാണ് നിരയായി നിൽക്കുന്ന സ്ട്രോബെറി തോട്ടത്തിന്റെ ഭംഗി കണ്ടത്.
പൂക്കളുണ്ട്. ഇത് മുഴുവൻ പൂക്കളാണ്. ഈ ഒരു ആ പകുതി കഴിഞ്ഞ് ഇങ്ങോട്ട് കംപ്ലീറ്റ് പൂത്ത് നിൽക്കുന്ന ഏരിയയാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് കായ്കളായി. അവിടെയാണ് ഇപ്പം ആൾക്കാർ നിന്ന് പറിച്ചുകൊണ്ടിരിക്കുന്നത്, പിക്കിങ് നടക്കുന്നത്. അപ്പോഴേക്ക് ഈ ഹോങ്കോങ്ങുകാരനെ കണ്ടു. So you're from Hong Kong? Yes. But living here. Yes. oh, this is your father? No. My friend is there before young they- guy together. They came for a visit. Oh, they just came here to visit. Yeah. Yes. And they enjoy. To here traffic. Let's try to MSC to Study. fancy. To fancy. MSC shopping. Shop. Shops. Shipping. Shipping. Yeah. Yeah. Machine shipping. Very. He said very lazy. Busy. UK. Okay. You India? See you. Yeah. How long? See you. 3 years. Okay. Enjoy busy. It's good. Okay. Yeah. Today holiday? No, I have to go for work at night. Oh. For him it's holiday because he finished exams yesterday. So Okay. school's finished. Okay. So just stay. Oh, enjoy the holiday. Yeah. Enjoy the life. Every day. We have only one life. Yeah. I also very lazy. England. Yeah. This is young guy is from Taiwan. Oh. He, Taiwan. 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 He in Taiwan working. Oh, okay. Maybe next time They enjoying. Yeah. Move to UK. Maybe family to here. Okay. Planning to move here. Yeah. Okay. He here soon from London. Have the best. You enjoy it? Okay. India. Yeah, India. Oh. Nice to meet you. Yeah. Hong Kong. Oh, yeah. Nice to meet you too. Nice to Okay. meet you. See you. You from here? 3 year. Okay. Yeah, 3 years. Yeah. Have a job. Good. Just 3. Wow. Enjoy. Okay. 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 Nice to meet you. Okay. Okay. Thank you. Hey, have a nice day. Nice day Okay. to you. Okay. See you. Yeah. Bye bye. Bye. പിക്കിംഗ് എല്ലാം കഴിഞ്ഞല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ പേയ്മെന്റ് കൗണ്ടറിലേക്ക് ചെന്നു. ഇവിടെ പേ ചെയ്തിട്ട് വേണം പോവാൻ. ഫാം ഷോപ്പ്. ഇവിടെ പേ ചെയ്തിട്ട് വേണം പോവാൻ. എക്സിറ്റ് കയറി. പേയ്മെന്റ് കൗണ്ടറിൽ പേ ചെയ്ത് പുറത്തിറങ്ങി. പിന്നെ അവിടെ തന്നെയുള്ള റെസ്റ്റോറന്റിൽ നിന്ന് ഫിഷ് ആൻഡ് ചിപ്സ് വാങ്ങിച്ചു വെച്ചു. Thank you. No worries. Can I get you any sauces or salt and pepper as well? Yeah, can I get a sauce? Salt and pepper. I'll go grab that for you. Thank you. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് വന്നു. ഞങ്ങളത് കഴിഞ്ഞിട്ട് മറ്റേ വോസിസ്റ്റർ ബലൂൺ ഫെസ്റ്റിവലിന് പോയായിരുന്നേ. ഇത് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഇതുണ്ട്, റാസ്ബെറി എടുത്ത് അത് കേക്ക് ആക്കി വെച്ചേക്കുന്നു. ഇനിയിപ്പോൾ തിന്നോക്കട്ടെ. കൊള്ളാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. വീഡിയോകൾ മിസ്സാകാതിരിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കുക. താങ്ക്